ശ്രീ ആർഷോ, തെരഞ്ഞെടുപ്പിനിപ്പോ 2 ദിവസത്തിന്റെ അകലമേ ഉള്ളൂ. നാളെ പ്രചരണം അവസാനിക്കുകയാണ്. അവസാന നിമിഷം സന്ദീപ് വാര്യരെ ഉള്ളിൽ ചേർത്ത് ഒരു വലിയ ഇന്നലത്തെ UDYF-ന്റെ റാലിയൊക്കെ കണ്ടു കാണല്ലോ. ഒരു തരംഗമായി UDF മാറുകയാണോ? നിങ്ങൾ പിറകിപ്പോയോ? അല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ ശക്തമായി തന്നെ ഞങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് മുന്നേറിയതിൻ്റെ അനുഭവം ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നല്ല നിശ്ചയമുണ്ട്, പൊതുസമൂഹത്തിനും നിശ്ചയമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടം എത്തുമ്പോഴും ഞങ്ങളുടെ മുന്നേറ്റത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റ് 2 ക്യാമ്പുകൾക്കകത്തും വലിയ പൊട്ടിത്തെറികൾ, കൊഴിഞ്ഞുപോക്കുകൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ ക്യാമ്പിനകത്തും BJP-യുടെ ക്യാമ്പിനകത്തും ഒരേപോലെ സമാനമായ നിലയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. 2 ഇടങ്ങളിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഏത് നിലയിലാണ് ഞങ്ങളെ ബാധിക്കുക എന്ന ചോദ്യം അങ്ങ് ഉയർത്തിയതിനകത്ത് തന്നെ വലിയ പ്രശ്നമുണ്ട്. ഞങ്ങളെ ഒരു നിലയ്ക്കും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒറ്റ മനസ്സായി ഒരൊറ്റ ശരീരമായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാകെ അതിശക്തമായ നിലയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലാണ്. അത് കൂടുതൽ ശക്തിയോടുകൂടെ തന്നെ അടുത്ത 2 ദിവസവും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി കഴിഞ്ഞ 13.5 വർഷക്കാലം പാലക്കാട് നിയോജക മണ്ഡലത്തെ വികസന മുരടിപ്പിന്റെ കേന്ദ്രമാക്കി മാറ്റിയ പാലക്കാട് MLA-ക്കെതിരെ പാതി വഴിയിൽ ഈ പാലക്കാട്ടെ ജനതയെ ഉപേക്ഷിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തെ സംഘപരിവാറിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള RSS-മായി തയ്യാറാക്കിയ ഡീലിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്താകും. സമാനമായ നിലയിൽ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നഗരസഭയ്ക്കകത്ത് വെച്ചാണ്. കഴിഞ്ഞ 8 വർഷക്കാലം ഈ നഗരസഭയെ കുളം തോണ്ടുന്നതിന് വേണ്ടി BJP നയിച്ച നഗരസഭാ ഭരണകൂടം, ആ ഭരണകൂടം നടത്തിയ പ്രവർത്തനങ്ങൾ അതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. വികസനം കണി കാണാൻ കഴിയാത്ത നിലയിലേക്ക് ഏറ്റവും മോശം നഗരമായി പാലക്കാട് നഗരത്തെ മാറ്റിയതിന്റെ അനുഭവം ഈ നാടിനുണ്ട്. ഇതിനൊക്കെ മറുപടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. അതിശക്തമായ ഭൂരിപക്ഷത്തോടുകൂടെ പാലക്കാട് നിയോജകമണ്ഡലം ഇടതുപക്ഷം തിരിച്ചുപിടിക്കുന്ന ഉപതെരഞ്ഞെടുപ്പായിട്ട് മാറും.